ഹജ്ജ് സബ്സിഡി പടിപടിയായി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ച് മുസ്ലിം ലീഗ് നേതാവ്. പണവും ആരോഗ്യവും ഉള്ളവർ ഹജ്ജ് ചെയ്താൽ മതിയെന്നാണ് മുൻ എംഎൽഎ KNA ഖാദറിന്റെ പ്രതികരണം. ഹജ്ജ് സബ്സിഡി ഒഴിവാക്കണമെന്ന നിലപാട് മന്ത്രി KT ജലീൽ ആവർത്തിച്ചു. ഹജ്ജ് സബ്സിഡി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കേന്ദ്ര സർക്കാർ 6 അംഗ സമിതിയെ നിയോഗിച്ച പശ്ചാത്തലത്തിലാണ് ലീഗ് നേതാവും സർക്കാരും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മുസ്ലിം മതവിശ്വാസ പ്രകാരം ഹജ്ജ് നിർബന്ധമായും ചെയ്യേണ്ടതില്ലെന്നാണ് KNA ഖാദർ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിന്റെയോ മറ്റാരുടെയെങ്കിലുമോ ആനുകൂല്യം വാങ്ങി ചെയ്യേണ്ട കാര്യമല്ല ഹജ്ജ് എന്നുകൂടി മുൻ എംഎൽഎ ആയ KNA ഖാദർ പറഞ്ഞുവെക്കുന്നു. ഹജ്ജിനൊരു അനിവാര്യമായിട്ടുള്ള ഒരു സംഗതി അല്ല. അങ്ങനെയുള്ള ആളുകൾ ഹജ്ജ് അങ്ങനെ സബ്സിഡി വാങ്ങി വേറെ ആരുടെ ആനുകൂല്യം വാങ്ങി ഒരു പിരിവെടുത്ത് പോകേണ്ട ഒരു പ്രവൃത്തിയല്ല ഹജ്ജ് എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ നീക്കത്തെ പിന്തുണയ്ക്കുന്നതായി മന്ത്രി KT ജലീലിന്റെയും പ്രസ്താവന. ഹജ്ജ് സബ്സിഡി ഒഴിവാക്കേണ്ടതാണെന്ന് മന്ത്രി ആവർത്തിച്ചു. അങ്ങനെ സബ്സിഡി വേണ്ടെന്ന് വെക്കുന്നതാണ് ഉചിതം എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സം പീപ്പിൾ ആർ അഗെയിൻസ്റ്റ് ദാറ്റ് സബ്സിഡി എന്നാണ്. അതേസമയം KNA ഖാദറിന്റെ അഭിപ്രായം വ്യക്തിപരം മാത്രമാണെന്നാണ് ലീഗ് കേന്ദ്രങ്ങളുടെ പ്രതികരണം. മുൻപ് ഇത്തരം നീക്കം നടന്നപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന അഹമ്മദിന്റെ നേതൃത്വത്തിൽ ശക്തമായി പ്രതിരോധിച്ചിരുന്നു. ആ നിലപാടിൽ മാറ്റമില്ലെന്നാണ് ലീഗ് വ്യക്തമാക്കുന്നത്. മന്ത്രിയായി ചുമതലയേറ്റ സമയം തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഈ നിലപാട് KT ജലീലും വ്യക്തമാക്കിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഹജ്ജ് സബ്സിഡി വേണ്ടെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് മന്ത്രി KT ജലീൽ. സബ്സിഡി നൽകുന്നതിന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിയോജിപ്പുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് തന്റെ നിലപാട്. ഹജ്ജ് തീർത്ഥാടകർക്കായി കരിപ്പൂരിൽ ചെറുവിമാനങ്ങൾ ഇറക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും അത്തരമൊരു അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടി പണം ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്നുള്ളൊരു അഭിപ്രായം പൊങ്ങി വന്ന പശ്ചാത്തലത്തിൽ സബ്സിഡി വേണ്ടെന്ന് വെക്കുന്നതിനെക്കുറിച്ച് ഹജ്ജിന് പോകുന്നവർ ആലോചിക്കണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.